ഒരിക്കലും ആരും എത്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത റൗണ്ട് ഓഫ് 16 വരെ അവരെത്തുന്നു. അതെ. അതിൽ ഫസ്റ്റ് ലെഗ് അവർ ഒരു ആധികാരിക ജയം നേടുന്നു. പക്ഷേ സെക്കൻഡ് ലെഗിൽ സ്പോർട്ടിംഗ് നടത്തിയ ഒരു അൾട്ടിമേറ്റ് കംബാക്കിന്റെ അതെ. പുറത്താണ് പോകുന്നത്. ആ ഒരു ത്രൂ ഔട്ട് അവരുടെ ജേണി, ഈ ഒരു UCLലെ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ UCLന്റെ ഏറ്റവും വലിയ കഥ ഇതായിരുന്നു. ശരിക്കും ഈ ഫുട്ബോളിന്റെ റൊമാൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനത്തെ ക്ലബ്ബുകൾ വലിയ ടീമുകളെ അട്ടിമറിക്കേണ്ടതാണ് ശരിക്കും. അത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ഫുട്ബോളിൽ കാണാതെ ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് ബാഴ്സലോണയെ 4-0 3-0 ഡീനമോ കിയേവ് തോൽപ്പിച്ചു 97 സീസണിൽ. അങ്ങനത്തെ റിസൾട്ടൊക്കെ ഇടയ്ക്ക് വന്നാലേ ആൾക്കാർക്കൊരു കാണാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇത് ഒരേ ടീമുകൾ എല്ലാ തവണയും ക്വാർട്ടറും സെമി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഈ കളിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നാം പകുതിയുടെ അവസാനം ഇഞ്ചുറി ടൈം എത്തുമ്പോൾ ഇവരുടെ ഒരു ഹെഡർ ബാറ് തട്ടി അതിൻ്റെ റീബൗണ്ടും ബാറ് തട്ടി. അതെങ്ങാനും കയറിയിട്ട് അത് 1-1 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കളി വേറെ ആയിരിക്കും സെക്കൻഡ് ഹാഫിൽ. പക്ഷേ സ്പോർട്ടിങ്ങിന് അവരുടെ ചരിത്രം വെച്ച് അവർ ജയിച്ചു എന്ന് പറയാം ശരിക്കും. ഇപ്പോൾ ബാഴ്സലോണ ഫാൻസ് റെമോൺടാഡ എന്ന് എപ്പോഴും പറയും 2015 കളിയെ പറ്റി, PSG 4-1 പിന്നെ 6-1 ജയിക്കണതിനെ പറ്റി. ഇതേപോലെ സ്പോർട്ടിങ് 1964 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കപ്പ് വിന്നേഴ്സ് കപ്പായിരുന്നു അപ്പോഴത്തെ രണ്ടാമത്തെ കോമ്പറ്റീഷൻ. ഓൾഡ് ട്രാഫിഡിൽ പോയി 4-1 തോറ്റു. തിരിച്ചു വന്നിട്ട് അത് മാർച്ച് 18 ഇത് ഈ കളി ബൂഡോ ഗ്ലിംറ്റായിട്ട് കളി കളിച്ചത് 17-ാം തീയതി. അപ്പോൾ അവർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡെനിസ് ലോ, ബോബി ചാൾട്ടൺ, ജോർജ് ബെസ്റ്റ് ഈ ടീമിനെ 5-0 തോൽപ്പിച്ചു. അതായിരുന്നു ആദ്യത്തെ റെമോൺടാഡ ശരിക്കും യൂറോപ്യൻ ഫുട്ബോളിൽ.